റിപ്പബ്ലിക് ദിനത്തിൽ കേരള ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച നാടകം വിവാദമാകുന്നു. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നും ഭരണാധികാരികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പരോക്ഷമായി പരാമർശിക്കുന്ന നാടകത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ജീവനക്കാർ അവതരിപ്പിച്ച വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്ന നാടകത്തിലൂടെ രാജ്യത്തെയും ഭരണാധികാരികളെയും അപമാനിക്കുകയായിരുന്നു എന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപഭാവങ്ങളും പ്രസംഗശൈലിയുമെല്ലാം അപമാനകരമായി അനുകരിക്കുകയാണ് നാടകത്തിൽ ചെയ്തിരിക്കുന്നതെന്നാണ് ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനു പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കേന്ദ്ര നിയമമന്ത്രിക്കും നൽകിയ പരാതിയിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. തുടർന്നാണ് കോടതി ജീവനക്കാരായ 2 പേരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സസ്പെൻഡ് ചെയ്തത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി.എ. സുധീഷ്, കോർട്ട് കീപ്പർ പി.എം. സുധീഷ് എന്നിവർക്കെതിരെയാണ് നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പരോക്ഷമായി വിമർശിക്കുന്ന വിധത്തിലാണ് നാടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തം. ഔഷധമൂല്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ അനുയായികൾ ചാണകം പോലും കഴിക്കും, അതാണ് എൻ്റെ ശക്തി എന്ന് പ്രധാനമന്ത്രിയുടെ രൂപഭാവങ്ങളോടെ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നതാണ് പരാതിക്കാർ പ്രകോപിതരാകാൻ പ്രധാന കാരണം. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതികളായ ജൽ ജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ആസാദി കാ അമൃത് മഹോത്സവ് തുടങ്ങിയവയെയും നാടകത്തിൽ അപഹസിക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കാറുള്ള ഗ്യാരണ്ടി പ്രയോഗത്തെയും നാടകത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടിക്ക് പകരം വാറണ്ടി എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രം. റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ പരിപാടിയിൽ രാഷ്ട്രം ഇതുവരെയും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന മട്ടിൽ നടത്തിയ പരാമർശങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. ഹൈക്കോടതി ജീവനക്കാർക്ക് പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരും നാടകത്തിൽ പങ്കാളികളായിരുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി.എ. സുധീഷാണ് നാടകം രചിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാഷ്ട്ര നിലപാടുകളെ തെറ്റായ രീതിയിൽ ആവിഷ്കരിക്കുന്നത് രാജ്യദ്രോഹ നടപടിയാണെന്ന വികാരം ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുണ്ട്. കോടതി ജീവനക്കാരെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഈ വിധം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് സംഭവങ്ങളുടെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത്യധികം പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതുകൊണ്ട് തന്നെയാണ്.